100 വർഷം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് സ്വന്തം അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തവന്മാരാണോ ഞങ്ങളുടെ 60 എവിടെ പോയി തിരക്കുന്നത്? എന്നെ ഇതുകൊണ്ട് കുത്തിയങ്ങ് കൊല്ലും. ഇവിടെ 400-ലധികം സീറ്റ് നേടും എന്ന് പറഞ്ഞ്, അതും ഒറ്റയ്ക്ക് തന്നെ BJP 400-ലധികം സീറ്റ് നേടുമെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തിന്റെ ശബ്ദത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ആരംഭിച്ചത്. കൃത്യമായി 294 സീറ്റ് എന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. BJPക്ക് തന്നെ 303 സീറ്റ് ഉണ്ടായിരുന്നു. 62 സീറ്റുകളുടെ കുറവ് ഇപ്പോഴുണ്ട്. സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. ഏറ്റവും കുറച്ചുനാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയതും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഏകാധിപത്യ പ്രക്രിയയ്ക്ക് എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ വിജയം വളരെ ആവേശത്തോടെ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത്. ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. എന്റെ സുഹൃത്തെ, താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്? 543 സീറ്റുള്ളിടത്ത് നിങ്ങൾക്ക് ആകെ ഉള്ളത് 2 സീറ്റാണ്. എന്റെ സുഹൃത്തെ, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അരുണേ നിങ്ങൾ നിർത്ത്. വലിയ ക്ഷോഭിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ആരുമല്ല സുഹൃത്തെ. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 സീറ്റേ ഉള്ളൂ. അവിടെ നിൽക്ക്. അധികം തിളയ്ക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ 650 കിലോമീറ്റർ നീളമല്ലെന്ന് അരുൺ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ്. അവിടെ ആണുങ്ങൾ സംസാരിക്കും, നിങ്ങളോട് മിണ്ടാതിരിക്കും. ആകട്ടെ, നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. 100 വർഷം കൊണ്ട് ഒരു 10 സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്നത് ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരിക? കള്ളപ്പന്നി. നിങ്ങൾ എന്തിന്റെ പേരിലേക്ക് കിടന്ന് തിളയ്ക്കുന്നത്? നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് സൂചിപ്പിക്കാനുള്ളത്, സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ടല്ല ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. നിങ്ങൾ 100 വർഷം ഞങ്ങളുടെ പാരമ്പര്യം വരുമ്പോ RSSും രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയാൻ പോകുകയാണ് അടുത്ത വർഷം. ആ RSSന് 100 വയസ്സ് തികയുമ്പോ ചില അജണ്ടകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ അജണ്ട പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങളെ വിരട്ടാൻ വരണ്ട, വിലപേശാനും വരണ്ട. പോരാട്ടം തുടരും. നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവർ മോക്ഷത്തിന് വേണ്ടി നടത്തുന്ന കാര്യമാണ്. കാര്യം 100 വർഷമായി. 100 വർഷം കൊണ്ട് സുപ്രീം കോടതി പോരാടി, തെരുവിൽ പോരാടി, സമരം ചെയ്തു, അവസാനം ഒരു സീറ്റേലായിട്ട് ഒതുങ്ങി. സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള പോരാട്ടം പോരായിരുന്നോ ശ്രീ അരുൺകുമാറേ? ഇന്നേ വരെ നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി EMS അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? 100 വർഷം കൊണ്ട് പോരാടുവാണല്ലോ നിങ്ങൾ. എന്ത് പോരാട്ടമാണ്? എന്തൊക്കെയായിരുന്നു മോഹനസുന്ദര വാഗ്ദാനങ്ങൾ? അരുണെ, ഞങ്ങളുടെ 60 സീറ്റ് നഷ്ടപ്പെട്ടതാണ് അരുണിന് ആശങ്കയെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് BJPയിൽ ചേരുമായിരിക്കും നല്ലത്. ഞങ്ങളെപ്പറ്റി ഇത്ര ആശങ്ക ഉണ്ടെങ്കിൽ. 100 വർഷം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് സ്വന്തം അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തവന്മാരാണോ ഞങ്ങളുടെ 60 എവിടെ പോയി തിരക്കുന്നത്? എന്നെ ഇതുകൊണ്ട് കുത്തിയങ്ങ് കൊല്ലും. ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ 400 കിട്ടുമെന്ന് പറഞ്ഞിട്ട് 292 ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. 20-ൽ 20 പിടിക്കുമെന്ന് പറഞ്ഞവർക്ക് 19 എവിടെ പോയി? ഞങ്ങൾ 400 പിടിക്കുമെന്ന് പറഞ്ഞു 300-നടുത്ത് എത്തി. ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര? 20-ൽ 20 പിടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 1-ൽ ഒതുങ്ങി. സ്ട്രൈക്ക് റേറ്റ് എത്ര? അപ്പൊ അതുകൊണ്ട് അവനവന്റെ കണ്ണിലെ കോലെടുക്ക്, എന്നിട്ട് ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാം.